ഫോറസ്റ്റിൻ്റെ അകത്തേക്ക് പോകുന്ന ഒരു ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. ഹലോ, ട്രെയിൻ സ്റ്റേഷനാണ്. ഇത് ടിക്കറ്റ് കോറമണ്ടൽ ഡ്രൈവിംഗ് ക്രീക്ക് റെയിൽവേ അല്ലേ. ഇത് ഈ ബാക്കിൽ കാണുന്ന ഈ വഴിക്കൂടെയാണ് ട്രെയിൻ പോകുന്നത്. ഇത് എന്നിട്ട് അതിൻ്റെ ഉള്ളിലൊരു ഫോറസ്റ്റ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി പിന്നെന്താ കുറേ ഗുഹയുടെ ഉള്ളിൽ കൂടെ ഒക്കെ കയറി കറങ്ങി തിരിഞ്ഞൊരു 1.5 മണിക്കൂറത്തെ ഡ്രൈവായിരിക്കും. പക്ഷെ ഇത് കണ്ട ഒരു റെയിൽവേ സ്റ്റേഷൻ ഒന്നും തോന്നേയില്ല അല്ലേ. ടൂറിസ്റ്റിൻ സ്പോട്ടിന് വേണ്ടി അതെ കുറേ ഫോട്ടോസൊക്കെ കണ്ടു. അതിൻ്റെ നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ പ്ലീസ് റിംഗ് ബെൽ ഫോർ സർവീസ്. ഇവിടെ നിന്നാണ് ബോർഡിങ്. ഇതാണ് വെയിറ്റിംഗ് ഏരിയ, റെയിൽവേ സ്റ്റേഷൻ്റെ വെയിറ്റിംഗ് ഏരിയ. എന്താ അല്ലേ. ഇത് ഇവിടെ കുറേ പോട്ടറി ഉണ്ട്. അതാ ഇവിടെ ഇഷ്ടിക ഉണ്ടാക്കുന്ന പരിപാടി. നമ്മുടെ നാട്ടിൽ ഇഷ്ടിക ഉണ്ടാക്കണ പോലെ തന്നെ ചുടുകട്ട ഇഷ്ടിക പോട്ടറി ടൂറുണ്ട് ഇവിടെ. അതാണ് സംഭവം. പോട്ടറി ടൂർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് കേട്ടോ. എങ്ങനെയാണ് ഇഷ്ടികയൊക്കെ ഉണ്ടാക്കുന്നതെന്നുള്ളതിൻ്റെ എനിക്ക് തോന്നുന്നു ഈ ഏരിയ ഇപ്പോൾ ഇഷ്ടികയുടെ ഒക്കെ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. ഐ തിങ്ക് അങ്ങനത്തെ ഒരു പ്ലേസാണെന്ന് തോന്നുന്നു. ഇതെന്താണോ ഇതെനിക്ക് തോന്നുന്നു ട്രെയിനിലേക്ക് അതെ ചവിട്ടി കയറാനായിരിക്കും. അപ്പോൾ ആ സൈഡിലായിരിക്കും കയറേണ്ടത്. കുറേ സ്റ്റൂള് വെച്ചിട്ടുണ്ട് ഇവിടെ. കാടിൻ്റെ ഉള്ളിലേക്ക് ആണ് ഈ ട്രാക്ക് കിടക്കുന്നത്. ഇത് ഏത് സമയത്ത് ഉണ്ടാക്കിയതാണോ പോലെ, ഒത്തിരി നാളെ മുമ്പ് ഉണ്ടാക്കിയതായിരിക്കും ഇത്. എന്തായിരിക്കും ഇത് ഉണ്ടാക്കാനുള്ള പർപ്പസ് ഒന്നും അറിയില്ല. എന്തായാലും ഇപ്പോൾ ടൂറിസ്റ്റിന് വേണ്ടി തുറന്നിട്ടേക്കാം. കോറമണ്ടലിലെ ക്രീക്ക് റെയിൽവേ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ തന്നെ സിപ്പ് ലൈനും ഉണ്ട്. എന്തായാലും പോയി നോക്കാം. ഒരു ട്രെയിൻ ഇവിടെ നിന്ന് പുറപ്പെടുന്നുണ്ട്. അതെങ്ങനെ പോകണമെന്ന് നോക്കാം. ഓ ഭയങ്കര ചെറിയ ട്രെയിനാട്ടോ. ട്രെയിനാന്ന് പോലും തോന്നില്ല. ഹായ്, ഹലോ ഹലോ. കാട്ടിലേക്ക് കയറി പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ അമ്മേ എനിക്ക് തോന്നുന്നത് ബാറ്ററിയോ മറ്റോ ആണത്. ബാറ്ററിയാന്ന് തോന്നുന്നു. വളഞ്ഞ് പോണ വളഞ്ഞ് ടിങ് ടിങ്. അത് പോയി. അടുത്തത് നമ്മുടെ ട്രെയിൻ അതാ. നമ്മളങ്ങനെ ഫൈനലി ട്രെയിനിൽ കയറി. ഊട്ടിയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ട്രെയിൻ അല്ലേ, ഇങ്ങനത്തെ സീറ്റായിട്ട്. സ്മോൾ ട്രെയിൻ അല്ലേ ദാദാ. അതെൻ്റെ ഫുഡ് കഴിക്കൽ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ഡ്രൈവർ വരുന്നുണ്ട്. ഇത്രയും പ്രായമുള്ള ഒരു മനുഷ്യനാണ് നമ്മുടെ ഡ്രൈവർ. ഇതിന് പോകാനായിട്ട് 52 രൂപയാണ് അഡൽസിന്, 28 രൂപ ചിൽഡ്രൻസിന് അല്ലടി. പിന്നെ 132 രൂപയുടെ ഫാമിലി പാസ് എടുത്തു കഴിഞ്ഞാൽ 2 അഡൽസും 2 കുട്ടികൾക്കും പോകാം ഫാമിലി പാസ്. അപ്പോൾ എന്തായാലും നമുക്ക് 2 കുട്ടികളില്ലാത്തത് കൊണ്ട് അല്ലേ ഞാൻ. ഇതിൻ്റെ സ്റ്റിയറിംഗ് സെറ്റ് ഇത്രയേ ഉള്ളൂ. എന്തായാലും സ്റ്റിയറിംഗ് കാണുന്നില്ല, ബ്രേക്കൊന്ന് കാണുന്നുണ്ട്. പിന്നെ അതൊന്നും മാർക്കറില്ല ബ്രേക്ക് എന്നൊക്കെ എഴുതി വെച്ചേക്കണം. ഡ്രൈവർ മറന്നു പോകും, അതുകൊണ്ട് എഴുതി വെച്ചേക്കണം. അയ്യോ, എന്തായാലും സ്റ്റാൻസി ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്. ഡ്രൈവർക്ക് എന്തെങ്കിലും പറ്റിയ സ്റ്റാൻസി ഉടനടി രക്ഷപ്പെടുത്തുന്നതാണ് ഡ്രൈവർ. ചാടി കയറി സീറ്റിലേക്ക് ഇരിക്കുക, ഓടിക്കുക. ഓ കംപ്ലീറ്റ് കാട്. നല്ല സൗണ്ട് ഉണ്ടല്ലേ ഇതിന്. ഓ എൻ്റെ അമ്മേ, അടിപൊളി. നമ്മൾ ഈ ടൂർ തുടങ്ങിയപ്പോൾ നമ്മുടെ ഡ്രൈവർ തന്നെ നമ്മുടെ ഗൈഡായി മാറി. അദ്ദേഹം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഹിസ്റ്ററി നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലായത്. തമാശയ്ക്കായിട്ട് കയറിയ ഈ ഡ്രൈവിൽ ഇതിൻ്റെ ഹിസ്റ്ററി കേട്ടപ്പോഴേക്കും ഞാൻ ഇതിൻ്റെ ഉണ്ടാക്കിയ ആളുടെ ഫാനായി മാറി. ബാരി ബ്രിക്കൽ എന്ന് പറഞ്ഞ ഒരു പോട്ടറി ബിസിനസ്സുകാരൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ കാണുന്ന റൈഡ്. അദ്ദേഹം 1961 തുടങ്ങിയ ഒരു റെയിൽവേ സംവിധാനമാണിത്. കളിമണ്ണ് കൊണ്ടുള്ള പാത്രങ്ങൾ നിർമ്മിക്കാനായിട്ട് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്ലാൻ. അതിനു വേണ്ടിയിട്ട് ഈ മലയിൽ നിന്നും എടുക്കുന്ന മണ്ണും കത്തിക്കാനുള്ള മരങ്ങളും കൊണ്ടുവരാനുള്ള ഒരു താൽക്കാലിക റെയിൽവേ എന്ന സംവിധാനമാണ് അദ്ദേഹം ആദ്യം സൃഷ്ടിച്ചത്. എന്നാൽ ഒരു 20-25 കൊല്ലം കൊണ്ട് ഈ മല മുഴുവൻ നീണ്ടു കിടക്കുന്ന ഒരു റെയിൽവേ അദ്ദേഹം സൃഷ്ടിച്ചു. കൂടാതെ ഈ മല മുഴുവൻ അദ്ദേഹം ഒത്തിരി വൃക്ഷങ്ങൾ കൊണ്ട് നിറച്ചു. കൗരി എന്നൊക്കെ പറയുന്ന ഒരുപാട് വർഷത്തോളം നിലനിൽക്കുന്ന മരങ്ങൾ, അതുപോലെ ന്യൂസിലാൻഡിൻ്റെ സ്വന്തം സിൽവർ ഫേൺ, ഈ കാടിനെ കാടാക്കി മാറ്റിയത് അദ്ദേഹമാണെന്ന് പറയാം. 2004 വലിയൊരു മഴക്കാലത്ത് ഒത്തിരി നാശനഷ്ടങ്ങൾ സംഭവിച്ചുവെങ്കിലും അദ്ദേഹം പിന്നെയും ഇതിനെ പണിതുയർത്തി അദ്ദേഹത്തിൻ്റെ മരണശേഷം പബ്ലിക്കിന് വേണ്ടി വിട്ടുകൊടുക്കുകയായിരുന്നു. നമ്മൾ പോകുന്ന വഴിക്ക് ഈ കാണുന്ന വൈൻ കുപ്പികൾ കൊണ്ടുള്ള മതിലുകളൊക്കെ കാണാൻ പറ്റുമായിരുന്നു. കല, അതുപോലെ തന്നെ ശാസ്ത്രം
ഒന്നിച്ചു കൂടുമ്പോൾ ഉണ്ടാകുന്നൊരു അത്ഭുതമാണ് നമ്മളവിടെ കണ്ടത്. ഡബിൾ ഡെക്കറായിട്ടുള്ള ബ്രിഡ്ജുകളും ആ ബ്രിഡ്ജിൽ നിന്നുള്ള വ്യൂവും അതെല്ലാം വളരെ മനോഹരമായിരുന്നു. ഒത്തിരി പഴക്കം തോന്നിക്കുന്ന വളരെ ചെറിയ മീറ്റർ ഗേജ് റെയിൽവേ ആണത്. ബാറ്ററി ആണെന്നാണ് എനിക്കിത് ആദ്യം തോന്നിയത്. പക്ഷേ ഇത് ഡീസലിലാണ് ഈ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. Are you sure this time? I know. I'll try to do all of them. Okay. Hello. 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 Wine bottle barrel. ഇടയ്ക്ക് ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, അത്യാവശ്യം ഹൈറ്റിൽ. ഇതൊക്കെ കാണാം ഒരു മലയുടെ മുകളിൽ. അവിടെ നിന്ന് അറ്റത്ത് കണ്ടോ, അവിടെ നിന്ന് ഏതൊരു ഐലൻഡ് കഴിഞ്ഞാൽ എന്തോടി വൈഹിക്കി, ആ ഐലൻഡ് കഴിഞ്ഞ് കടലിൽ കൂടെ ട്രാവൽ ചെയ്ത് ഓക്ലാൻഡിലേക്ക് എളുപ്പത്തിലെത്താം. നമ്മൾ റോഡ് വഴി വരുമ്പോൾ ടണലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാന്നൊക്കെ പറഞ്ഞ് ഗൈഡ് പറയുന്നുണ്ട്. അയ്യോ എന്ത് രസമല്ലേ, ആ മലയുടെ മുകളിലൊക്കെ വീടുണ്ട് കേട്ടോ അറ്റത്ത്. കണ്ടോ അറ്റത്തൊക്കെ വീടുണ്ട്. ഇങ്ങനെ കുറേ ശില്പണികളൊക്കെ ചെയ്തു വച്ചിട്ടുണ്ട്. അതാ റെയിൽവേയുടെ നമ്മുടെ നാട്ടിൻ്റെ അത്രയും വീതിയില്ലല്ലേ, ചെറിയ ട്രെയിൻ ആയതുകൊണ്ട്. അവിടെ നിന്ന് പല പല ആംഗിളിൽ ഫോട്ടോ എടുക്കുന്ന ഒരു ചേച്ചി. മരം കാർവ് ചെയ്തിട്ട് ഒരാളുടെ ഫേസ് ഉണ്ടാക്കി വെച്ചേക്കാം. ഈ ട്രെയിൻ ഇരുതലയാണ്. ഇടയ്ക്ക് ഡ്രൈവർ ഇറങ്ങും, എന്നിട്ട് ബാക്കിൽ പോയിരിക്കും, എന്നിട്ട് ബാക്കിലോട്ടായിരിക്കും വണ്ടി ഓടുന്നത് കേട്ടോ. സോ ഇപ്പോൾ ഓടി ഓടി നമ്മളിപ്പോൾ എവിടെ എത്തി? ഐഫിൾ ടവറിൻ്റെ അടുത്ത് പറയും. ഐഫിൾ. When we get up to the tower, we travel just under 3 kilometers. All our trains. അപ്പോൾ ഫൈനലി നമ്മൾ ഐഫിൾ ടവറിൻ്റെ മുകളിലെത്തി. ട്രെയിൻ ഇറങ്ങി. ചെറിയൊരു ടവർ, അതിൻ്റെ മുകളിൽ നിന്ന് നല്ലൊരു കിടിലം വ്യൂ, അത് കാണാനാണ് പോണം. ഇവിടെ കുറേ ഐലൻഡുകളുണ്ട്. ഏതൊക്കെ ഐലൻഡാന്നുള്ള നാക്ക്. ഫാങ്കനോയ് ഐലൻഡ് ഇതുണ്ടോ? വൈഹിക്കി. ഇവിടെ ഒരു മാപ്പ് വെച്ചിട്ടുണ്ടല്ലേ. ഇതേനാ വൈഹിക്കി ഐലൻഡ്. അപ്പം ഇതിലേതോ ഒരെണ്ണം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഐലൻഡ് ഉണ്ട്. ഈ മലയുടെ മുകളിലുള്ള ഐഫിൾ ടവർ പേര് പോലെ തന്നെ കണ്ണ് നിറയെ കാണാൻ പറ്റുന്ന ഒരു ടവറായിരുന്നു. അതുപോലെ തന്നെ സിൽവർ ഫേൺ, അത് തിരിച്ചു പിടിക്കുമ്പോൾ സിൽവർ കളറാവും, അതുകൊണ്ടാണ് അതിന് സിൽവർ ഫേൺ എന്ന പേര് വന്നത്. അതും ഗൈഡ് പറഞ്ഞിട്ടുണ്ട്. നമ്മളങ്ങനെ ട്രെയിൻ റൈഡൊക്കെ കഴിഞ്ഞിട്ട് ഒരു കിടിലൻ സീനിക് വ്യൂവിൻ്റെ ഏരിയയിലേക്ക് എത്തിയേക്കാണ്. പസഫിക് ഓഷനാണത്. പസഫിക് സമുദ്രത്തിൻ്റെ ശാന്തമായൊരു ഏരിയ. നമ്മളാ കാണുന്ന ചെറിയ മുട്ട് പോലെ കാണുന്ന ഓരോ സാധനങ്ങളും ഓരോ ഐലൻഡുകളാണ്. ഇതും ഒരു ഐലൻഡാണ്. ആൾത്താമസമൊന്നുമില്ല, എനിക്ക് തോന്നുന്നു ആൾത്താമസം ഇല്ലയെന്ന്. അല്ല, ഉണ്ടാവില്ലല്ലോ. അടിപൊളി ഐലൻഡുകൾ. ഈ നമ്മൾ വന്നേക്കുന്ന സ്ഥലം കൊറമണ്ടലാണ്. അപ്പോൾ കൊറമണ്ടൽ ഓയിസ്റ്ററിനും മസിൽസിനും, അതായത് നമ്മുടെ ഈ കല്ലുമ്മക്കായൊക്കെ ഇല്ല, അതിന് ഭയങ്കര ഫേമസാണ്. കോഴിക്കോട് പോലെ ഇവിടുത്തെ കൊറമണ്ടൽ. അപ്പോൾ ഇവിടെ വന്നിട്ടൊരു ഫ്രഷ് ഓയിസ്റ്റർ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. അവിടെ വന്നത് അവരെ ഓർഡർ ചെയ്തു. ഉണ്ട് നല്ല ടേസ്റ്റ്. എന്താ കഴിക്കുന്നേ? പെപ്പറോണി പിസ്സ. ഇതാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന സ്ഥലം. അപ്പോൾ താമസിക്കാൻ പോകുന്നതിൻ്റെ വിശേഷങ്ങളും ഡീറ്റെയിൽസും എല്ലാമായിട്ട് കൊറമണ്ടൽ ട്രിപ്പിൻ്റെ അവസാനത്തെ വീഡിയോയിൽ ഉടൻ തന്നെ കാണാം. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. ബൈ.